ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ. ഒരു കേട്ട എക്സാം കൂടി കഴിഞ്ഞു. അപ്പോൾ കേട്ട കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൻ്റെ എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ എക്സാം എന്ന്. പണ്ടൊരു +2 ലെവൽ മാത്രമാണ് എക്സാമിന് ചോദിച്ചിരുന്നെങ്കിൽ ഇന്നൊരു സെറ്റിനൽ ലെവലിലേക്ക് വരെ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നുമില്ലാതെ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ബോട്ടണി ക്വസ്റ്റ്യൻസ്. നാച്ചുറൽ സയൻസ് പറയുമ്പോൾ അതിൽ ബോട്ടണിയും അതേപോലെ തന്നെ സുവോളജി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും സുവോളജി ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ നമ്മളെ കുഴപ്പിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നൊരു ഭാഗമാണ് ബോട്ടണി, അല്ലെ? അതായത് ഒരുപാട് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാകും, അതേപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് ഓരോ സമയം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ എക്സാം കഴിയുന്തോറും അതിന് ടഫ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ബോട്ടണി ഭാഗം എന്നുള്ളത്. മാത്രമല്ല ഏതൊക്കെ ഭാഗം മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും ചോദിക്കാറുണ്ട്. പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. റെസ്പിറേഷനും അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസും അങ്ങനെയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ TCA cycle the hydrogen atom removed at sexnet level are accepted by while hexose monophosphate shunt the hydrogen acceptor is. അതായത് ഇതിൽ ഏതാണ് ഹൈഡ്രജൻ അക്സെപ്റ്ററിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഏതിലാണ്? TCA സൈക്കിളിൽ, അല്ലെ? TCA സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രെബ്സ് സൈക്കിള് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഏരിയ ആണിത്, TCA സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ TCA സൈക്കിളില് നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ആറ്റം റിമൂവ്ഡ് അറ്റ് സെക്സ്നേറ്റ് ലെവൽ. അതായത് നമുക്ക് ആ ഒരു സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു സെക്സ്നേറ്റ് ലെവലിൽ വെച്ച് ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അക്സെപ്റ്റഡ് ബൈ while in the hexose monophosphate shunt the hydrogen acceptor is. ഇതിൽ ആരാണ് ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ZOA തന്നിട്ടുണ്ട്, അതേപോലെ NAD. ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ FAD അതേപോലെ NADP. മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ C GTP NAD അതേപോലെ തന്നെ ഓക്സിജൻ അല്ലെങ്കിൽ O2 FD. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ശരിക്കും ആ ഒരു സൈക്കിൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെ? ഏതായിരുന്നു എന്റെ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. FADയും അതേപോലെ തന്നെ NADP ആണ്. നമ്മളൊരു ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരിട്ട് വരുന്ന അടുത്ത ഒരു സിസ്റ്റം അല്ലെങ്കിൽ അടുത്തൊരു സൈക്കിൾ എന്ന് പറയുന്നതാണ് TCA സൈക്കിൾ. അപ്പോൾ ഈ TCA സൈക്കിളും അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസ് ഒക്കെ നമുക്ക് ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ +1 +2 ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ആദ്യം ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. നമുക്ക് അതിന്റെ കുറച്ചും കൂടി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന കുറച്ച് നോട്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം സിമ്പിൾ ആയിട്ട് പഠിച്ചു തുടങ്ങാം. എന്നിട്ട് മാത്രം കുറച്ച് ഹൈ ലെവൽ നമ്മൾ എപ്പോഴും പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ആദ്യമേ തന്നെ പ്ലാന്റ് ഫിസിയോളജി ഡിഗ്രി ലെവൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? +1 +2 ലെവലിലേക്ക് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ TCA സൈക്കിൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ +2 ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ചെറിയൊരു TCA സൈക്കിൾ ആണ്, ഒരുപാട് ഡെപ്തിലൊന്നും ഇല്ല. അപ്പൊ അതില് നമ്മുടെ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ്, അതായത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ആ പൈറുവിക് ആസിഡ് ആണ് നെക്സ്റ്റ് എന്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്? നമ്മുടെ TCA സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ആ എൻ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു കുഞ്ഞു കാര്യം അവിടെ നടക്കുന്നുണ്ട്. എന്തായിരുന്നു? പൈറുവേറ്റിനെ വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരു ZOA വീണ്ടും റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു സൈക്കിൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് ആദ്യം ഫോം ചെയ്യുന്നത് സിട്രിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് TCA സൈക്കിളിനെ നമ്മൾ എന്തുകൂടി വിളിക്കുന്നത്? സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് കൂടി വിളിക്കുന്നത്. ദെൻ അവിടെയും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. NAD+ നിന്ന് NADH+H+ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ദെൻ ആൽഫ കീറ്റോ ഗ്ലൂട്രിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്. വീണ്ടും അതെന്തായിട്ട് മാറുന്നു? സെക്സ്നിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിലെ കാര്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലായിട്ട് ഈ സൈക്കിൾ നടക്കുമ്പോൾ ഇതിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്?
പുറത്തേക്ക് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ശരിക്കും റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓക്സിജൻ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും പുറത്തേക്ക് കളയുകയും ചെയ്യും. ആ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തു, നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ലഭിക്കണം? എനർജി കൂടി, ATP കൂടി നമുക്ക് ലഭിക്കണം. ദെൻ സക്സിനിക് ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്, അത് മാലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വീണ്ടും അത് എന്തായിട്ട് മാറുന്നു? ഓക്സാലോ എസ്റ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇതിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് NADP-യും അതേപോലെ തന്നെ GTP-യും പിന്നെ അതേപോലെ തന്നെ FAD എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ATPക്ക് ഈക്വലന്റ് ആയിട്ടുള്ള NADPH ഒക്കെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഈക്വലന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു NADH എന്ന് പറയുന്നത് എത്ര ATPക്ക് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു TCA സൈക്കിളിലെ ഭാഗം വരുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഈ സൈക്കിൾ എന്തായാലും പഠിക്കണം, ഓരോ ലെവലിലും ഇതിലും ഡെപ്തിൽ പഠിക്കണം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ. ഇതിലും ഡെപ്തിലായിട്ട് ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട് അല്ലെ, അപ്പൊ അതിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അക്കോർഡിംഗ് ടു IUCN are the taxa with a small world population that not present endangered but are at risk and are thinly scattered over a more extensive range. അതായത് നമുക്ക് എൻഡേഞ്ചേർഡ്, എക്സ്റ്റന്റ്, റെയർ, വൾണറബിൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? IUCN-ന്റെ കണക്ക് പ്രകാരം എന്താണ്? ഒരു ടാക്സ വിത്ത് എ സ്മോൾ വേൾഡ് പോപ്പുലേഷൻ, അതായത് ചെറിയ വേൾഡ് പോപ്പുലേഷൻ മാത്രമേ നമുക്ക് ആ ടാക്സ കാണാൻ സാധിക്കുള്ളൂ. ആൻഡ് നോട്ട് അറ്റ് പ്രസന്റ് എൻഡേഞ്ചേർഡ്, അവർ എൻഡേഞ്ചേർഡ് അല്ല, ബട്ട് ആർ റിസ്ക് ആൻഡ് ആർ തിൻലി സ്കാറ്റേർഡ് ഓവർ എ മോർ എക്സ്റ്റൻസീവ് റേഞ്ച്. അതായത് എൻഡേഞ്ചർഡ് കാറ്റഗറിയിൽ വരുന്നതല്ല, പക്ഷെ എന്താണ്? റിസ്കിലാണ് ഇവർ അല്ലെ, റിസ്കിലാണ്. അതേപോലെ തന്നെ വളരെ തിൻലി ഇവർ സ്കാറ്റേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ടാക്സയുടെ ഗ്രൂപ്പിനെ IUCN-ന്റെ ആ ഒരു കണക്ക് പ്രകാരം അല്ലെങ്കിൽ IUCN-ന്റെ ആ ഒരു ഡാറ്റ പ്രകാരം ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. റെയർ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുന്നത്. അപ്പൊ അത് നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക്, പിന്നെ അതേപോലെ എൻഡേഞ്ചേർഡ് ആയുള്ള സ്പീഷീസ് ഏതൊക്കെയാണ് അതെല്ലാം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഓരോ എക്സാമ്പിൾ തന്നിട്ടും അത് എൻഡേഞ്ചേർഡ് ആണോ അല്ലെങ്കിൽ അത് എക്സ്റ്റന്റ് ആണോ, ആ ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇവര് എൻഡേഞ്ചേർഡ് ആയിട്ടല്ല കാണുന്നത് അല്ലെ, അതായത് ദാറ്റ് നോട്ട് അറ്റ് പ്രസന്റ് എൻഡേഞ്ചേർഡ്, ഇപ്പൊ എൻഡേഞ്ചേർഡ് അല്ല, പക്ഷെ എന്താണ്? റിസ്കിലാണ്, അതായത് ഭാവിയിൽ വംശനാശ ഭീഷണി സംഭവിക്കാം, അങ്ങനെയുള്ള ഒരു കാറ്റഗറിയാണ്. സോ നമ്മൾ അവരെ എന്താ വിളിക്കുന്നത്? റെയർ സ്പീഷീസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ റെയർ കാറ്റഗറിയിലാണ് നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു? അവരുടെ ആ ഒരു കൺസർവേഷൻ എങ്ങനെയാണ് അല്ലെ, അതായത് അവർ ജീവിക്കുന്ന ഹാബിറ്റാറ്റിൽ നമ്മൾ അവരെ കൺസർവ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ ഒക്കെ നമ്മൾ പഠിക്കായിരുന്നു പണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചതെങ്കിൽ ഇപ്പൊ അതിന്റെ ലെവല് മാറി ഇതേപോലെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചു കാണുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്കാറ്റേർഡ് വോസ്കുലാർ ബണ്ടിൽസ് സീൻ ഇൻ, അതായത് നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ, വോസ്കുലാർ ബണ്ടിൽസ്. നമുക്കറിയാം സൈലവും ഫ്ലോയും നമുക്ക് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് കാണാൻ പറ്റും, ഒരുമിച്ചും അതേപോലെ തന്നെ ഏകദേശം ആ ഒരു എൻഡോഡെർമിസിനുള്ളിലായിട്ട് അറേഞ്ച് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയില് ഏത് ടൈപ്പ് പ്ലാന്റിലാണ് ഈ പറയുന്ന രീതിയിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള വോസ്കുലാർ ബണ്ടിലെ കാണുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ 1 സെന്റല്ല സ്റ്റെം, ഹെലിയാന്ത സ്റ്റെം, പൈപ്പർ സ്റ്റെം, ദെൻ കെമലീന റൂട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. നമ്മളതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +1 ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് വോസ്കുലാർ ബണ്ടില്, അതിലെ റേഡിയൽ വോസ്കുലാർ ബണ്ടില്, അതേപോലെ കൊളാട്രൽ അല്ലെങ്കിൽ കൺജോയിന്റ് വോസ്കുലാർ ബണ്ടിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടും നമ്മൾ റൂട്ടിലാണ് എന്ത് കാണുന്നത്? റേഡിയൽ വോസ്കുലാർ ബണ്ടിൽ നമ്മൾ കാണുന്നത് അല്ലെ. ശരിക്കും നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത്, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിക്കുന്ന കാര്യങ്ങളും അതാണ്. റൂട്ടിലാണെന്നുണ്ടെങ്കിൽ റേഡിയൽ ആയിട്ട് എന്ത് കാണാം? സൈലം വേറെ, അതായത് സെപ്പറേറ്റ് ചെയ്തും അതിന്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ ഈ സൈലം റേസിനുള്ളിലായിട്ട് നമുക്ക് എന്തും കാണാൻ പറ്റും? ഫ്ലോയും കൂടി കാണാം. ആ രീതിയിലാണ് നമ്മൾ റൂട്ടിൽ കാണുന്നതെങ്കിൽ സ്റ്റെമ്മിൽ എങ്ങനെയാ കാണുന്നത്? സൈലവും ഫ്ലോയും ഒരുമിച്ച് ഒരു കൺജോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിലും റൂട്ടിലും വോസ്കുലാർ ബണ്ടിലിന്റെ അറേഞ്ച്മെന്റ് വ്യത്യാസമുണ്ട്.
ഓക്കെ, അല്ലെങ്കിൽ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെയും അറേഞ്ച്മെന്റിൽ വ്യത്യാസം കാണാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് പ്ലാന്റിലാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കാറ്റേർഡ് ആയുള്ള വോസ്കുലാർ ബണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഡൈക്കോട്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എപ്പോഴും എല്ലാം ഒരു കൺഫ്യൂഷൻ തോന്നുമെങ്കിൽ അല്ലെ, സെന്റല, ഹെലിയാന്തസ്, പൈപ്പർ, കമലിനൊക്കെ തരുമ്പോൾ എന്തായാലും ലാസ്റ്റ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കളയാൻ പറ്റും, കാരണം റൂട്ട് ആയതുകൊണ്ട്. ഫസ്റ്റ് ഓപ്ഷനും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്ത് കളയാം. കാരണം എന്താ? പ്രാക്ടിക്കലി ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ സെന്ററിൽ ഫസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വൃത്തിയായിട്ട് റിങ്ങിലെ അറേഞ്ച് ചെയ്ത രീതിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? വോസ്കുലാർ ബണ്ടിൽ കാണാം. പിന്നെയും നമുക്ക് ഡൗട്ട് വരുന്നത് ഹെലിയാന്തസും പൈപ്പറും ആണ്. പക്ഷെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പൈപ്പർ സ്റ്റെം ആണ് എന്ത് കാണുന്നത്? സ്കാറ്റേർഡ് ആയിട്ടുള്ള വോസ്കുലാർ ബണ്ടിൽ കാണുന്നത്. ഇത്രയും കാര്യം ഓർത്താൽ മതി. റൂട്ടിലാണെങ്കിൽ റേഡിയൽ വോസ്കുലാർ ബണ്ടിൽ ആയിരിക്കും. സ്റ്റെമ്മിലാണെങ്കിലാണ് നമുക്ക് കൊളാട്രൽ അല്ലെങ്കിൽ കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ് വോസ്കുലാർ ബണ്ടിൽസ് കാണുന്നത്. സോ അത് ഏതാണെന്ന് കുറച്ചും കൂടി അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ആദ്യം ചോദിക്കുന്നത് എന്താണ് റേഡിയൽ, അല്ലെങ്കിൽ അത് സ്റ്റെമ്മിലാണോ റൂട്ടിലാണോ കാണുന്നത്, അല്ലെങ്കിൽ ഡൈക്കോഡിലാണോ മോണോകോഡിലാണോ? ആ ക്വസ്റ്റ്യൻ എല്ലാം വിട്ട് നമുക്കിപ്പോൾ എന്തിലേക്ക് വന്നു? കുറച്ചും കൂടെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് പ്ലാൻസ് ഏതാണ്, എക്സാമ്പിൾ ഏതാന്ന് വരെ നമ്മൾ അറിഞ്ഞ് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പൊ ഇനി പഠിക്കുന്ന സമയത്ത് അനാട്ടമി പഠിക്കുമ്പോൾ എന്തുകൂടി പഠിക്കണം? എക്സാമ്പിൾ കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർകൈനസിസ് ഈസ് ഫോളോഡ് ബൈ. ഇന്റർകൈനസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നുണ്ട്, സെൽ സൈക്കിൾ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് അല്ലെ. മൈറ്റോസിസ്, മിയോസിസ്, അതിനിടയിൽ വരുന്ന ഫേസസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇന്റർകൈനസിസിനെ ഫോളോ ചെയ്ത് വരുന്ന ഫേസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ എ പ്രൊഫൈസ് 1, ദെൻ ഓപ്ഷൻ ബി ടീലോഫേസ് 1, ദെൻ ഓപ്ഷൻ സി പ്രൊഫൈസ് 2 ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതായിരുന്നു? ടീലോഫേസ് 2 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പൊ എന്താണ് ഇന്റർകൈനസിസ് എന്നറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ ഇത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, പ്രൊഫൈസ് 2 ആണ് അതിന്റെ ആൻസർ. നമ്മൾ സെൽ സൈക്കിൾ പഠിക്കുന്നില്ലേ, അതിൽ തന്നെ നമ്മൾ ഇന്റർഫേസ് പഠിക്കുന്നുണ്ട് അല്ലെ, എം ഫേസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതില് മെയിൻ ആയിട്ടും നമ്മുടെ സെൽ ഡിവിഷൻസ് ഏതൊക്കെയാണ്? മൈറ്റോസിസ് ഉണ്ട്, അതേപോലെ മിയോസിസ് ഉണ്ട്. മൈറ്റോസിസ് നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പഠിക്കാനില്ല, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കാരണം നമ്മൾ നോർമലി കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന പ്രൊഫൈസ്, മെറ്റാഫേസ്, എനാഫേസ്, ടീലോഫേസ് ഇത്രയും മാത്രമാണ് നമ്മൾ മൈറ്റോസിൽ പഠിക്കുന്നത് അല്ലെ. സിമ്പിൾ ആണ് കമ്പാരിറ്റീവ്ലി, അതായത് മിയോസിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ മിയോസിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മിയോസിസ് തന്നെ നമുക്ക് എന്താ? മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഈ മിയോസിസ് 1നും അതേപോലെ തന്നെ മിയോസിസ് 2നും ഇടയിൽ കാണുന്ന ഒരു ഫേസ് അല്ലെങ്കിൽ നടക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർകൈനസിസ് എന്ന് പറയുന്നത്. നോക്കാം, ദ സ്റ്റേജ് ബിറ്റ്വീൻ 2 മിയോട്ടിക് ഡിവിഷൻ, 2 മിയോട്ടിക് ഡിവിഷൻ ഇടയിലുള്ള സ്റ്റേജ് ആണ്. അതായത് മിയോട്ടിക് 1 കഴിഞ്ഞ് ടീലോഫേസ് നമ്മൾ പറഞ്ഞു, പ്രൊഫേസ്, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഈ ടീലോഫേസ് 1 കഴിഞ്ഞ് അടുത്ത പ്രൊഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഇടയ്ക്കുള്ള ഒരു ഫേസ് ആണ് ഇന്റർകൈനസിസ് എന്ന് പറയുന്ന ഫേസ്. ഓക്കെ, അപ്പൊ അതിനെ ഫോളോ ചെയ്ത് വരുന്നത് ഏതാണ്? പ്രൊഫൈസ് 2 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ജനറലി ഷോർട്ട് ലിവ് ആൻഡ് ഫോളോഡ് ബൈ പ്രൊഫൈസ് 2. എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ഫോളോ ചെയ്ത് നമുക്ക് ഏത് ഫേസ് കാണാം? പ്രൊഫൈസ് 2 കാണാൻ സാധിക്കും. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസ് സിമിലർ ആണ്, നമുക്കറിയാം അല്ലെ. അതായത് അവിടെ റിഡക്ഷൻ നടക്കുന്നില്ല. ഓൾമോസ്റ്റ് എന്താണോ ക്രോമസോം നമ്പർ ഉള്ളത് ആ ക്രോമസോം നമ്പർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. നേരെ മറിച്ച് മിയോസിസ് 1 എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഫൈസ് 1 നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ കുറച്ചധികം സ്റ്റേജസ് പഠിക്കുന്നുണ്ട് അല്ലെ. ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, ഡയാകൈനസിസ്, പാക്കിറ്റിൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്റ്റേജസ് പഠിക്കുന്നുണ്ട്. ആ സ്റ്റേജസിൽ തന്നെ കയാസ്മാരുടെ ഫോർമേഷൻ നടക്കുന്ന എവിടെയാണ്? സിനാപ്റ്റോണമൽ കോംപ്ലക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബൈവാലന്റ് അല്ലെ, ടെട്രാഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഏത് സ്റ്റേജിലാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കാം. അത്രയും പഠിച്ചാൽ തന്നെ സെൽ ഡിവിഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബേസിക് ആയിട്ട് അതെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ഡെപ്തിലേക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ടെൻഷൻ തോന്നുമെങ്കിലും സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ പ്ലാന്റ് പെത്തോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്.
ഓരോ ഡിസീസും കോസ് ചെയ്യുന്നത് ഏത് കോസ്റ്റീവ് ഓർഗാനിസം ആണ്? ആദ്യമെല്ലാം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു, പക്ഷേ ഒരു സിമ്പിൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ എന്താണ് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ അല്ലെങ്കിൽ പാഡി കോസ് ചെയ്യുന്നത് ഏതിനാണ് എന്നുള്ള രീതിക്കൊക്കെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ് ഡാഷ് ഇട്ടേക്കുവാണ്. ആൻസർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, അതേപോലെ ലൂസ് മഡ് ഓഫ് വീറ്റ് ആൻഡ് ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ. ഇതിൽ ഏതാണ് കോസ് ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പെക്സീനിയ ഗ്രാമിസ്, ഓൾഡിനറിയ സോളാനി, യൂറോസിസ്റ്റിസ് ട്രിറ്റിസി, അതേപോലെ ഫൈറ്റോതോറ, ഇൻഫെസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ നമ്മുടെ കറക്റ്റ് ആയുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്. നമുക്കറിയാം വീറ്റിന്റെ ആ ഒരു ബ്രൗൺ റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം പെക്സീനിയാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരുന്നു? എയും ബിയും സിയും ഡിയും നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആദ്യമേ തന്നെ പെക്സീനിയ തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ സ്പീഷീസ് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ പെക്സീനിയ ഗ്രാമിനീസ് ആണ്, അതേപോലെ രണ്ടാമത്തെ ഓപ്ഷനിൽ പെക്സീനിയ ട്രിറ്റിസീന എന്ന് പറയുന്നതാണ്. ദെൻ നമുക്ക് ലാസ്റ്റ് ഓപ്ഷനിൽ പെക്സീനിയ ഗ്രാമിനീസ് ആണ്. എനിക്ക് തോന്നി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഇതിൽ നമ്മുടെ ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ് കോസ് ചെയ്യുന്നത് പെക്സീനിയ ട്രിറ്റിസീന എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. അതേപോലെ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ കോസ് ചെയ്യുന്നത് ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് ആണ്. ദെൻ ലൂസ് മഡ് ഓഫ് വീറ്റ് കോസ് ചെയ്യുന്നത് യൂസ്ലാഗോ ട്രിറ്റിസി ആണ്. അതേപോലെ ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ കോസ് ചെയ്യുന്നത് ഓൾട്ടനേറിയ സോളാനിയാണ്. ആദ്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജീനസ് നെയിം മാത്രം അറിഞ്ഞിരുന്നാൽ മതിയായിരുന്നു അല്ലെ. പെക്സീനിയ എന്ന് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസ് ഒക്കെ കുറച്ചും കൂടി വേറെ ഇപ്പോൾ ഓൾട്ടനേറിയ എന്നോ അല്ലെങ്കിൽ ഇതേപോലെ ഫൈറ്റോഫ്തോറ എന്നൊക്കെ തന്നിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സ്പീഷീസ് നെയിം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ പ്ലാന്റ് പത്തോളജി പഠിക്കുമ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഇന്ന ഡിസീസ് എന്ന് പറഞ്ഞ് തന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിലബസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കുക ഏതൊക്കെ ഡിസീസ് ആണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ആ ഡിസീസ് എടുക്കുക, അതിന്റെ കോസ്റ്റീവ് ഓർഗാനിസം എടുക്കുക, ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ വൈറസ് ആണോ, അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ കണ്ടുപിടിച്ചെടുക്കുക, നോട്ട്സ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചിലർക്കൊക്കെ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ MSc കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടാവും. നോട്ട്സ് എല്ലാം ഇങ്ങനെ തപ്പിപ്പിടിച്ചെടുത്ത് അതിന്റെ സിലബസ് കണ്ടുപിടിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കേട്ടിട്ട് ക്ലിയർ ചെയ്യാനും സാധിക്കില്ല. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാരീസ് എഗ്രിമെന്റ് എയിം ടു റെഡ്യൂസ് ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, മറൈൻ പൊല്യൂഷൻ, ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ്. നമുക്കിതിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് പാരീസ് എഗ്രിമെന്റ് അല്ലെ. അപ്പൊ ഈ പാരീസ് എഗ്രിമെന്റ് എയിം എന്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻഡ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ആണ്. നമുക്ക് ജനറൽ ടോപ്പിക് ആണ്, പഠിക്കാൻ എളുപ്പമാണെന്ന് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറയുമായിരുന്നു, ജനറൽ ടോപ്പിക് ആണ് കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന്. പക്ഷേ ഇപ്പൊ നമ്മൾ ഏറ്റവും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് ഒരുപാട് ഡെപ്തില് നമ്മൾ ഈ ഒരു ഭാഗം കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എങ്കിൽ പോലും അത്രത്തോളം അറിവില്ലാത്ത ഒരാൾക്ക് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റില്ല, കറക്കി കുത്തി എഴുതാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പൊ പാരീസ് എഗ്രിമെന്റ് എയിം ടു റെഡ്യൂസ് ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് തരുമ്പോൾ ഒന്ന് നമുക്കതൊരു ജസ്റ്റ് ഒന്ന് നോക്കി എഴുതാം, അതായത് ഒന്നോ രണ്ടോ അറിയാമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷെ അതല്ല എങ്കിൽ ചില സമയത്ത് നമുക്ക് ഓപ്ഷൻ പോലും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തരാം. അപ്പൊ ഇതില് ഒന്നാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ കുറച്ച് ഡിസീസും അടുത്ത സെക്ഷനിൽ ഏത് എലമെന്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ആ ഡിസീസ് ഉണ്ടാകുന്നത് എന്നുമാണ്, അല്ലെങ്കിൽ ആ ഒരു സിംറ്റം കാണിക്കുന്നതാണ് തന്നിരിക്കുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ഭാഗമാണ് മിനറൽ ന്യൂട്രീഷൻ. എലമെന്റ്സ് ഉണ്ട്, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ എലമെന്റ്സ് അല്ലെ. ആ എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി കാരണം എന്തൊക്കെ ഡിസീസ് ആണ്, എന്തൊക്കെ സിംറ്റംസ് ആണ് പ്ലാന്റ്സ് കാണിക്കുന്നത്, മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നമുക്ക് തന്നേക്കുന്നത് ഡൈബാക്ക് ഓഫ് സിട്രസ്, ഖൈറ ഡിസീസ് ഓഫ് റൈസ്, സിക്കിൾ ലീഫ് ഡിസീസ്, അതേപോലെ വിപ്പ് ടെയിൽ ഓഫ് ബ്രാസിക്ക. ഇത്രയാണ് നമുക്കൊരു ഓപ്ഷൻ മീൻസ് വൺ സൈഡ് തന്നേക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഡൈബാക്ക് ഓഫ് സിട്രസ് കോസ് ചെയ്യുന്നത്
എന്ത് ഡെഫിഷ്യൻസി കൊണ്ടാണ്? CU ഡെഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ കോപ്പർ ഡെഫിഷ്യൻസി മൂലമാണ് എന്തുണ്ടാകുന്നത്? പ്ലാന്റ്സില്, സിട്രസ് പ്ലാന്റില് ഡൈബാക്ക് എന്ന് പറയുന്ന ആ ഒരു സിംറ്റം അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ബി എന്ന് പറയുന്നത് ബിഫോർ ആണ്. ഖൈറ ഡിസീസ് ഓഫ് റൈസ് അത് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് കാരണം എന്താണ്? ZN ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി ആണ് അതിന് കാരണമായിട്ട് വന്നത്. ദെൻ സിക്കിൾ ലീഫ് ഡിസീസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മുടെ ഈ പറയുന്ന പി ഡെഫിഷ്യൻസി ആണ് സിക്കിൾ ലീഫ് ഡിസീസ് കോസ് ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് വൺ വിപ്പ് ടെയിൽ ഓഫ് ബ്രാസിക്ക കോസ് ചെയ്യുന്നത് നമ്മുടെ MO ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഇത്രയും ഡെപ്തിലുള്ള ഡിസീസ് ഒന്നും ചോദിക്കില്ലായിരുന്നു. നോർമലി എന്താണ് പ്ലാന്റ്സിന്റെ ആ ഒരു വെയിൻ ക്ലിയറിങ് അല്ലെങ്കിൽ ലീഫ് റോളിങ്ങിന് കാരണമാവുന്നത്, അതുമല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സൈഡൊക്കെ പയ്യെ പയ്യെ ഒരു ഡ്രൈ ആയിട്ടൊക്കെ വരും പ്ലാന്റ്സിൽ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് ആദ്യം ചോദിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സോ ശ്രദ്ധിച്ചു പഠിക്കുക. ഡയബാക്ക് ഓഫ് സിട്രസ് കോസ് ചെയ്യുന്നത് നമ്മുടെ ZU ഡെഫിഷ്യൻസി കാരണമാണ്. അതേപോലെ ഖൈറ ഡിസീസ് ഓഫ് റൈസ് ZN ഡെഫിഷ്യൻസി ആണ്. സിക്കിൾ ലീഫ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ പി ഡെഫിഷ്യൻസിയും അതേപോലെ വിപ്പ് ടെയിൽ ഓഫ് ബ്രാസിക്ക എന്ന് പറയുന്ന MO ഡെഫിഷ്യൻസിയും കാരണം ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ അറിയാമെങ്കിലും നമുക്ക് ഓപ്ഷൻ നിന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്രീഷൻ വെക്ടർ ഇസ് എ കൈൻഡ് ഓഫ്. സെക്രീഷൻ വെക്ടർ എന്ന് പറയുന്നത് ഏത് കൈൻഡ് വെക്ടർ ആണെന്ന്. ഇപ്പൊ ബയോടെക്നോളജി ഇപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഗോൾഡൻ റൈസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ഓഫ് ടൊമാറ്റോ എന്താണ്, താഴെ തന്നിരിക്കുന്നതിൽ GMO എക്സാമ്പിൾ ഏതാണ്, ഫസ്റ്റ് GMO ഓർഗാനിസം ഏതാണ്, അല്ലെ, അല്ലെങ്കിൽ റോസി എന്ന് പറഞ്ഞ കൗ, ഇതൊക്കെയാണ് നമുക്ക് പണ്ട് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ചോദിക്കുന്നത്. അതായത് സെക്രീഷൻ വെക്ടർ എന്ന് പറയുന്നത് ഏത് കൈൻഡ് വെക്ടർ ആണെന്ന് നോക്കാം. കോസ്മിഡ് വെക്ടർ, ദെൻ പ്ലാസ്മിഡ് വെക്ടർ, എക്സ്പ്രഷൻ വെക്ടർ, ആർട്ടിഫിഷ്യൽ ക്രോമസോം. അതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എക്സ്പ്രഷൻ വെക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? സെക്രീഷൻ വെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വെക്ടർ എന്നും ആൻഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെക്ടേഴ്സ് ഏതൊക്കെയാണെന്നും ഓരോ വെക്ടേഴ്സും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ യൂസസ് ഉണ്ട് ഇവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഫീൽഡിൽ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ യൂസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അതല്ല ജസ്റ്റ് എന്താണ് ഒരു സെക്രീഷൻ വെക്ടർ അല്ലെങ്കിൽ എന്താണ് ഒരു കോസ്മിഡ് വെക്ടർ എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ദെൻ നെക്സ്റ്റ്, ഡാഷ് കോസ് സിൽവർ ലീഫ് ഇൻ പ്ലാന്റ്സ്. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെയൊന്നും ചോദിക്കാറില്ലായിരുന്നു, ഇപ്പോഴാണ് വ്യത്യസ്തമായി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത്. പ്ലാന്റ്സിൽ സിൽവർ ലീഫ് കോസ് ചെയ്യുന്നത് എന്തിന്റെ ഡെഫിഷ്യൻ അല്ലെങ്കിൽ എന്ത് കാരണമാണ്? നമുക്കറിയാം പൊല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പാകത്തുനിന്ന് ഡൈഫ്ലൂറോ ഡൈക്ലോറോ മീഥേൻ, ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥേൻ, ഫ്ലൂറോ അതേപോലെ ഡൈക്ലോറോ മീഥേൻ ആണ് ഇവിടെ, ഫ്ലൂറോ മീഥേൻ ആണ്. ദെൻ ഫ്ലൂറോ ക്ലോറോ മീഥേൻ, ദെൻ PAN. ഇതിലാണ് നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്ലാന്റ്സില് സിൽവർ ലീഫ് നമുക്ക് കോസ് ചെയ്യാനായിട്ട് കാരണമായിട്ട് വന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ പറയുന്നത് PAN ആണ്, അല്ലെങ്കിൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. എന്തിന് കാരണമായിട്ടുള്ളത്? പ്ലാന്റ്സില് സിൽവർ ലീഫ് എന്ന് പറയുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എപ്പിഫില്ലസ്. അതായത് തന്നിരിക്കുന്നതിൽ ഏത് ബ്രയോഫൈറ്റ് ആണ് എപ്പിഫില്ലസ് ബ്രയോഫൈറ്റിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് നമുക്ക് ആന്തോസെറോസ് തന്നിട്ടുണ്ട്, അതേപോലെ ബൊഹീമിയ അഫേല, നിയം ഹോർണം, റാഡുല, പ്രൊട്ടൻസ. ഇത് ബ്രയോഫൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോ ഹെപ്പാറ്റിക്കോപ്സിഡ, ബ്രയോപ്സിഡ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമ്മുടെ ഗ്രൂപ്പ്സ് പഠിക്കുന്നുണ്ടല്ലോ. ആ ഗ്രൂപ്പ്സ് പഠിക്കുന്നത് കൂടാതെ നമ്മൾ എന്തുകൂടി പഠിക്കണം? നമുക്ക് ഇതേപോലെ ബ്രയോഫില്ലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പിഫില്ലസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സ് ഉണ്ട്, അക്വാട്ടിക് ബ്രയോഫൈറ്റ്സ് ഉണ്ട്, അല്ലെ, അതുപോലെ റോക്കിൽ കാണുന്ന ബ്രയോഫൈറ്റ്സ് ഉണ്ട്, ഡെസർട്ട് ഏരിയാസിൽ കാണുന്ന ബ്രയോഫൈറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഓരോ സ്പീഷീസും അല്ലെങ്കിൽ ഓരോ ഹാബിറ്റാറ്റിലും കാണുന്ന സ്പീഷീസിനെ
അറിഞ്ഞു പഠിക്കാനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്മുടെ ആൻസർ പറയുന്നത് റഡുല പ്രൊട്ടൻസ ആണ്. എന്തിന് എക്സാമ്പിള്? എപ്പിഫില്ലസ് ആയിട്ടുള്ള ബ്രയോഫൈറ്റിന് എക്സാമ്പിൾ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അതെല്ലാം നമുക്ക് പയ്യെ ക്വസ്റ്റ്യൻസും എക്സ്പ്ലനേഷനും ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പൊ എക്സാം നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി ആരും വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, പയ്യെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്